ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. ആക്ടിവിറ്റി 1 എന്ന് പറയുമ്പം ലിസൺ ആൻഡ് ആൻസർ. നിങ്ങളുടെ ടീച്ചർ നിങ്ങളോടൊരു കഥ പറയും, അത് നിങ്ങൾ കെയർഫുള്ളായിട്ട് ലിസൺ ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് അതിനെ ആൻസർ ചെയ്യാനാണ് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹൂ ബിക്കം സാഡ് വെൻ ചിൽഡ്രൻ മൂവ്ഡ് അവേ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് എന്ത് വേണം, നമ്മളുടെ കയ്യിലൊരു കഥ വേണം. അപ്പോൾ നമ്മളുടെ ടീച്ചർ പറയാൻ പോകുന്ന കഥയാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കഥ കേൾക്കാം, എന്നിട്ട് നമുക്ക് ഇതിന് ആൻസർ ചെയ്യാം. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് കഥയിലേക്ക് കിടക്കാം. വൺസ് ദർ വാസ് എ ബിഗ് മാംഗോ ട്രീ ഇൻ എ പ്ലേ ഗ്രൗണ്ട്. പണ്ടൊരിക്കലെ ഒരു പ്ലേ ഗ്രൗണ്ടിൽ വലിയൊരു മാംഗോ ട്രീ ഉണ്ടായിരുന്നു. മാംഗോ ട്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? മാവ്. ബിഗ് എന്ന് പറഞ്ഞാൽ വലിയ. അപ്പോൾ ദർ വാസ് എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്നു. വൺസ് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ. മെനി ചിൽഡ്രൻ കെയിം ദർ എവറി ഡേ ടു പ്ലേ. കുറേ കുട്ടികൾ എല്ലാ ദിവസവും അവിടെ കളിക്കാൻ വരുമായിരുന്നു. ദേ ക്ലൈംബ്ഡ് ദി ട്രീ. അവരെന്ത് ചെയ്തു? മരത്തിൽ കയറി. സാറ്റ് അണ്ടർ ഇറ്റ്സ് ഷെയ്ഡ് ആൻഡ് ടോക്ക്ഡ് ഹാപ്പിലി. അതിൻ്റെ ആ മരത്തിൻ്റെ താഴെ ഇരുന്നിട്ട് അവർ സന്തോഷത്തോടെ സംസാരിച്ചു. ദി മാംഗോ ട്രീ ലവ്ഡ് ദി ചിൽഡ്രൻ വെരി മച്ച്. ആ മാംഗോ ട്രീക്ക് ആ കുട്ടികളെ വളരെ ഇഷ്ടമായിരുന്നു. വൺ ഡേ ദി ചിൽഡ്രൻ മൂവ്ഡ് ടു അനദർ പ്ലേസ്. ഒരിക്കൽ എന്ത് ചെയ്തു? ഒരു ദിവസം ആ കുട്ടികൾ വേറൊരു സ്ഥലത്തേക്ക് പോയി. ദി പ്ലേ ഗ്രൗണ്ട് ബിക്കം എംറ്റി. പ്ലേ ഗ്രൗണ്ടിൽ ആരും ഇല്ല, അത് ഒഴിഞ്ഞു കിടന്നു. ദി മാംഗോ ട്രീ ഫെൽറ്റ് വെരി സാഡ്. മാംഗോ ട്രീക്ക് വളരെ സങ്കടമായി. ബിക്കോസ് ഇറ്റ് മിസ്ഡ് ദി ചിൽഡ്രൻ. കാരണം എന്താണ്? അതിന് ആ കുട്ടികളെ മിസ് ചെയ്തു. അടുത്തത്, എ ബട്ടർഫ്ലൈ സോ ദി സാഡ് മാംഗോ ട്രീ ആൻഡ് ട്രൈ ടു കംഫർട്ട് ഇറ്റ്. ഒരു ബട്ടർഫ്ലൈ എന്ത് ചെയ്തു? ആ സാഡ് മാംഗോ ട്രീനെ കണ്ടു. എന്നിട്ട് ആ ബട്ടർഫ്ലൈ അതിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ദി ബട്ടർഫ്ലൈ സേഡ് ഡോണ്ട് ബി സാഡ്. ദുഃഖിക്കേണ്ട. ന്യൂ ചിൽഡ്രൻ വിൽ കം ഹിയർ വൺ ഡേ. പുതിയ കുട്ടികൾ ഒരു ദിവസം ഇവിടെ വരും എന്ന് ബട്ടർഫ്ലൈ മാംഗോ ട്രീയോട് പറഞ്ഞു. ആഫ്റ്റർ സം ഡേയ്സ് ന്യൂ ചിൽഡ്രൻ കെയിം ടു പ്ലേ ഇൻ ദി പ്ലേ ഗ്രൗണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം പുതിയ കുട്ടികൾ അവിടെ വന്ന് കളിക്കാൻ തുടങ്ങി. വെൻ ദി മാംഗോ ട്രീ സോ ദം. മാംഗോ ട്രീ അവരെ കണ്ട സമയത്ത് ഇറ്റ് സ്മൈൽഡ് ഹാപ്പിലി. അത് സന്തോഷത്തോടെ ചിരിച്ചു. സൂൺ സംതിങ് വണ്ടർഫുൾ ഹാപ്പൻഡ്. ദി മാംഗോ ട്രീ സ്റ്റാർട്ടഡ് ടു ബ്ലൂം വിത്ത് മെനി മാംഗോസ്. അപ്പോൾ എന്ത് ചെയ്തു? അവിടെ അത്ഭുതകരമായ കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. മാംഗോ ട്രീ എന്ത് ചെയ്തു? കുറേ മാംഗോസ് ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. ദി ചിൽഡ്രൻ സോ ദി മാംഗോസ് ആൻഡ് ദേ ചിയേർഡ് ആൻഡ് ക്ലാപ്പ്ഡ് വിത്ത് ജോയ്. കുട്ടികൾക്ക് ആ മാങ്ങ കണ്ടപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി. അവരെന്ത് ചെയ്തു? സന്തോഷം കൊണ്ട് കൈയടിച്ചു. ദി മാംഗോ ട്രീ വാസ് ഹാപ്പി അഗെയിൻ. ആ മാംഗോ ട്രീ പിന്നെയും സന്തോഷവാനായി എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ആ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹൂ ബിക്കം സാഡ് വെൻ ചിൽഡ്രൻ മൂവ്ഡ് അവേ. ആരാണ് കുട്ടികൾ മൂവ് ചെയ്ത സമയത്ത്, അതായത് കുട്ടികൾ അടുത്തുനിന്ന് പോയ സമയത്ത് ആരാണ് ദുഃഖിതനായത് എന്നാണ് ചോദിക്കുന്നത്. ആരാണ്? മാംഗോ ട്രീ. ഹൂ ട്രൈഡ് ടു കംഫർട്ട് ദി മാംഗോ ട്രീ. ആരാണ് മാംഗോ ട്രീയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചത്? ബട്ടർഫ്ലൈ. വാട്ട് ഹാപ്പൻ വെൻ ദി ന്യൂ ചിൽഡ്രൻ കെയിം ടു പ്ലേ. എന്താണ് പുതിയ കുട്ടികൾ കളിക്കാൻ വന്നപ്പോൾ സംഭവിച്ചത്? ദി മാംഗോ ട്രീ ക്രൈഡ് മോർ. ദി മാംഗോ ട്രീ സ്മൈൽഡ്. ദി മാംഗോ ട്രീ ഗോട്ട് ആംഗ്രി. ദി മാംഗോ ട്രീ ഫെൽ അസ്ലീപ്പ്. എന്താണ്? ദി മാംഗോ ട്രീ സ്മൈൽഡ്. എന്താണ് ഓപ്ഷൻ? ഏതാണ്? ബി ഓപ്ഷൻ ആണ്. മാംഗോ ട്രീ സ്മൈൽഡ്. അതാണ് കറക്റ്റ് ഓപ്ഷൻ. അടുത്തത്, സംതിങ് വണ്ടർഫുൾ ഹാപ്പൻഡ്. വാട്ട് വാസ് ദി വണ്ടർഫുൾ തിങ് ദാറ്റ് ഹാപ്പൻഡ്? ഓപ്ഷൻ എ, ഇറ്റ് സ്റ്റാർട്ടഡ് ടു റെയിൻ. ദി മാംഗോ ട്രീ സ്റ്റാർട്ടഡ് ടു ബ്ലൂം വിത്ത് മാംഗോസ്. എ ബട്ടർഫ്ലൈ കെയിം ഡാൻസിങ്. എ ലാർജ് ബോൾ ഫെൽ ഡൗൺ. എന്താണ് വണ്ടർഫുള്ളായിട്ട് സംഭവിച്ചത്? ദി മാംഗോ ട്രീ സ്റ്റാർട്ടഡ് ടു ബ്ലൂം വിത്ത് മാംഗോസ്. അടുത്തത്, ഹൗ ഡിഡ് ദി ചിൽഡ്രൻ റിയാക്ട് വെൻ ദേ സോ ദി മാംഗോസ്. എങ്ങനെയാണ് കുട്ടികൾ മാംഗോസ് കണ്ടപ്പം റിയാക്ട് ചെയ്തത്? എ ഓപ്ഷൻ, ദേ ക്രൈഡ്. ബി, ദേ ഗോട്ട് ആംഗ്രി. സി, ദേ ചീഡ് ആൻഡ് ക്ലാപ്പ്ഡ്. ദേ റാൻ എവേ. എന്താണ് സംഭവിച്ചത്? ദേ ചീഡ് ആൻഡ് ക്ലാപ്പ്ഡ് അല്ലേ? സി ആണ് ഓപ്ഷൻ. ഇത് ആക്ടിവിറ്റി 2, റീഡ് ആൻഡ് റൈറ്റ്. അപ്പോൾ നമുക്ക് താഴെ ഒരു സ്റ്റോറി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ആ സ്റ്റോറി വായിക്കാം, എന്നിട്ട് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്താം. ദിൽന ആൻഡ് ഇസാക്ക് വർ പ്ലേയിങ് ഔട്ട്സൈഡ് ഹാപ്പിലി. ദിൽനയും അതുപോലെ തന്നെ ഇസാക്കും പുറത്ത് പോയിട്ട് വളരെ സന്തോഷത്തോടെ കളിക്കുകയായിരുന്നു. സഡൻലി ദിൽന സ്റ്റോപ്പ്ഡ്. പെട്ടെന്ന് എന്ത് ചെയ്തു? ദിൽന അവിടെ നിന്നു. ഐ ലോസ്റ്റ് വൺ ഓഫ് മൈ സ്ലിപ്പേഴ്സ്.
ദിൽന ഷൗട്ടഡ്. ദിൽന എന്ത് ചെയ്തു? ഉച്ചത്തിൽ പറഞ്ഞു, എനിക്ക് എൻ്റെ ഒരു സ്ലിപ്പേഴ്സ് നഷ്ടമായി, എൻ്റെ ഒരു ചെരുപ്പ് നഷ്ടമായി എന്ന് ദിൽന പറഞ്ഞു. ദേ ലുക്ക്ഡ് അണ്ടർ ദി ബെഞ്ച് നിയർ ദി സ്വിങ് ആൻഡ് എവരിവർ. അവർ അത് ബെഞ്ചിൻ്റെ താഴെയും സ്വിങ്ങിൻ്റെ, അതായത് ഊഞ്ഞാലിൻ്റെ അടുത്തും എല്ലായിടത്തും എന്ത് ചെയ്തു? അവരത് പോയി തിരഞ്ഞു. നോ സ്ലിപ്പർ. അവിടെ എവിടെയും സ്ലിപ്പറില്ല. സഡൻലി ദേ ഹിയർഡ് വൂഫ്. ഇറ്റ് വാസ് നൈബേഴ്സ് പപ്പി. അപ്പോൾ അവരെന്ത് ചെയ്തു? ഒരു സൗണ്ട് കേട്ടു, വൂഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൗണ്ട്. അത് ആരായിരുന്നു ആ സൗണ്ട് ഉണ്ടാക്കിയത്? അവിടെ അടുത്തുള്ള ഒരു പട്ടിക്കുട്ടി ആയിരുന്നു. ഇറ്റ് ഹാഡ് ദി സ്ലിപ്പർ ഇൻ ഇറ്റ്സ് മൗത്ത്. അതിൻ്റെ വായിൽ എന്തുണ്ട്? ദിൽനയുടെ ചെരിപ്പുണ്ട്. കം ഹിയർ പപ്പി സെയ്ഡ് ഇസാക്ക്. ഇവിടെ വരൂ പപ്പി, ഇസാക്ക് പറഞ്ഞു. ദി പപ്പി റാൻ ടു ദം. അവരുടെ അടുത്തേക്ക് പപ്പി ഓടി വന്നു. ഇറ്റ് ഡ്രോപ്പ്ഡ് ദി സ്ലിപ്പേഴ്സ് ഡൗൺ. അതെന്ത് ചെയ്തു? ആ സ്ലിപ്പേഴ്സ് അവിടെ ഇട്ടു. സില്ലി പപ്പി സെയ്ഡ് ദിൽന. സില്ലി പപ്പി എന്നാര് പറഞ്ഞു? ദിൽന പറഞ്ഞു. ദേ ഗിവ് ഇറ്റ് എ ബിസ്ക്കറ്റ്. ദേ ഗേവ് ഇറ്റ് എ ബിസ്ക്കറ്റ്. അവരെന്ത് ചെയ്തു? അതിനൊരു ബിസ്ക്കറ്റ് കൊടുത്തു. ദി പപ്പി വാഗ്ഡ് ഇറ്റ്സ് ടെയിൽ. പപ്പി എന്ത് ചെയ്തു? അതിൻ്റെ വാല് ആട്ടി. ജസ്റ്റ് ദെൻ ഇറ്റ് റാൻ ഓഫ് എഗെയിൻ. അത് കഴിഞ്ഞിട്ട് അതെന്ത് ചെയ്തു? പിന്നെയും ഓടിപ്പോയി. വേർ ഈസ് ഇറ്റ് ഗോ നൗ? അതെവിടെയാണ് പോയത്? ആസ്ക്ഡ് ഇസാക്ക്. ഇസാക്ക് ചോദിച്ചു. ദേ ഫോളോവഡ് ദി പപ്പി. അവർ പപ്പിയെ ഫോളോ ചെയ്തു. ഇറ്റ് സ്റ്റോപ്പ്ഡ് നിയർ എ ബുഷ്. അതെന്ത് ചെയ്തു? ഒരു ബുഷിൻ്റെ അടുത്ത് പോയിട്ട് നിന്നു. ഇൻസൈഡ് ദേ സോ ഇസാക്സ് ടോയ് കാർ. അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തു? അവർ ഇസാക്കിൻ്റെ ടോയ് കാർ കണ്ടു. മൈ ഡിയർ കാർ, ഐ ലോസ്റ്റ് ഇറ്റ് ലാസ്റ്റ് വീക്ക് സെയ്ഡ് ഇസാക്ക്. എൻ്റെ പ്രിയപ്പെട്ട കാർ, എനിക്കത് കഴിഞ്ഞ ആഴ്ച നഷ്ടമായതാണ്, ഇസാക്ക് പറഞ്ഞു. ദി പപ്പി ഫൗണ്ട് ദാറ്റ് ടു സെയ്ഡ് ദിൽന. പപ്പി അതും കണ്ടുപിടിച്ചു, ദിൽന പറഞ്ഞു. മോം കെയിം ഔട്ട്സൈഡ്. മോം പുറത്തേക്ക് വന്നു. വാട്ട് ഹാപ്പൻഡ്? എന്താ സംഭവിച്ചത്? ഐ ഫൗണ്ട് ഔട്ട് മൈ സ്ലിപ്പർ സെയ്ഡ് ദിൽന. ഞാൻ എൻ്റെ സ്ലിപ്പർ കണ്ടുപിടിച്ചു. ആൻഡ് മൈ ടോയ് കാർ ടു സെയ്ഡ് ഇസാക്ക്. എൻ്റെ ടോയ് കാറും കണ്ടുപിടിച്ചു, ഇസാക്ക് പറഞ്ഞു. ഇനി അടുത്തതാണ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. താഴെ തന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാനാണ് പറയുന്നത്. അടുത്തത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഐ ലോസ്റ്റ് വൺ ഓഫ് മൈ സ്ലിപ്പേഴ്സ് ഹൂ ഷൗട്ടഡ് സോ. എനിക്ക് എൻ്റെ ഒരു ചെരുപ്പ് നഷ്ടമായി. ആരാണ് അങ്ങനെ പറഞ്ഞത്? ദിൽനയാണോ ഇസാക്കാണോ? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. ദിൽനയാണ് പറഞ്ഞത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡിഡ് ദി പപ്പി ഹാവ് ഇൻ ഇറ്റ്സ് മൗത്ത്? പപ്പിയുടെ വായിൽ എന്താണ് ഉണ്ടായിരുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. ടോയ് ആണോ സ്ലിപ്പേഴ്സ് ആണോ? സ്ലിപ്പേഴ്സ് ആണ് അല്ലേ? ഓക്കെ. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ. ദിൽന ആൻഡ് ഇസാക്ക് ഗേവ് ദി പപ്പി എ ഡാഷ്. എന്താണ് ദിൽനയും ഇസാക്കും പപ്പിക്ക് കൊടുത്തത്? എന്താണ് കൊടുത്തത്? ടോയ്, ബനാന, എന്താണ് കൊടുത്തത്? ടോയ്, ബനാന, ബിസ്ക്കറ്റ്, ഫ്ലവർ. ഇതിലെന്താണ് കൊടുത്തത്? ബിസ്ക്കറ്റാണ് കൊടുത്തത്. അടുത്തത് ഇസാക്സ് ടോയ് കാർ ഈസ് ഡേഷ് ഇൻ കളർ. ഇസാക്കിൻ്റെ ടോയ് കാറിൻ്റെ കളർ എന്താണെന്നാണ് ചോദിച്ചത്. എന്താണ് ടോയ് കാറിൻ്റെ കളറ്? ഇവിടെ പറയുന്നുണ്ട് മൈ റെഡ് കാർ. മൈ റെഡ് കാർ എന്നാണ് പറയുന്നത്. അപ്പോൾ ടോയ് കാറിൻ്റെ കളർ എന്താണ്? റെഡാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അടുത്തത് പിക്ക് ഔട്ട് ദി വേർഡ് ഫ്രം ദി സ്റ്റോറി ദാറ്റ് മീൻസ് യങ് വൺ ഓഫ് എ ഡോഗ്. യങ് വൺ ഓഫ് എ ഡോഗ്. ഡോഗിൻ്റെ ചെറിയ കുട്ടീനെ എന്താണ് പറയുക? പപ്പി എന്നാണ് പറയുക. PUPPY. പപ്പി എന്നാണ് പറയുക. അടുത്തത് ആക്ടിവിറ്റി 3 കോൺവെർസേഷൻ ആണ്. ഡ്യൂറിങ് സമ്മർ വെക്കേഷൻ ദിൽന വെൻറ്റ് ടു ഹെർ ഗ്രാൻഡ്മാസ് ഹൗസ്. ഗ്രാൻഡ്മ വാംലി വെൽക്കംഡ് ഹെർ. ഷീ മെയ്ഡ് പായസം ഫോർ ദിൽന. അപ്പം ഡ്യൂറിങ് സമ്മർ വെക്കേഷൻ എന്ന് പറഞ്ഞാൽ സമ്മർ വെക്കേഷൻ വേനലവധി കാലത്ത് ദിൽന വെൻറ്റ് ടു ഹെർ ഗ്രാൻഡ്മാസ് ഹൗസ്. ദിൽന എന്ത് ചെയ്തു? അവളുടെ മുത്തശ്ശിയുടെ വീട്ടിൽ പോയി. ഗ്രാൻഡ്മ വാംലി വെൽക്കംഡ് ഹെർ. ഗ്രാൻഡ്മ അവളെ വെൽക്കം ചെയ്തു. ഷീ മെയ്ഡ് പായസം ഫോർ ദിൽന. അവരെന്ത് ചെയ്തു? ദിൽനക്ക് പായസം ഉണ്ടാക്കി കൊടുത്തു. ഇനി അവർ തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ് പറയുന്നത്. ഗ്രാൻഡ്മ പറയാണ്, ദിൽന കം ഡിയർ. ദിൽന ഇവിടെ വരൂ. ദിൽന പറയാണ്, ഈസ് ദർ എനിത്തിങ് സ്പെഷ്യൽ ഗ്രാൻഡ്മ? ഇവിടെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ ഗ്രാൻഡ്മ? അപ്പോൾ ഗ്രാൻഡ്മ പറയാണ്, യെസ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഡേഷ്. നമ്മളോട് അത് പൂരിപ്പിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ പൂരിപ്പിക്കാം? ഐ മെയ്ഡ് പായസം ഫോർ യു. ഞാൻ നിനക്ക് വേണ്ടിയിട്ട് പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ദിൽന പറയാണ്, യു നോ ഐ ലൈക്ക് പായസം. നിങ്ങൾക്കറിയാമോ എനിക്ക് പായസം വളരെ ഇഷ്ടമാണ്. ഗ്രാൻഡ്മ ഹാവ് ഇറ്റ്.
ഇത് കഴിക്കൂ മൈ ഡിയർ ആൻഡ് ടെൽ മീ ഹൗ ഇറ്റ് ടേസ്റ്റ്. ഇത് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് എന്നോട് പറയൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ദിൽന പറയാണ് ഇറ്റ് ഈസ് വെരി ടേസ്റ്റി. ഇത് വളരെ ടേസ്റ്റിയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഗ്രാൻഡ്മ പറയാണ് ഐ വിൽ മേക്ക് ഓൺലി ദി ബെസ്റ്റ് ഫോർ മൈ ലിറ്റിൽ പ്രിൻസസ്. ഞാൻ എൻ്റെ കൊച്ചു സുന്ദരിക്ക് ഏറ്റവും നല്ലതേ ഉണ്ടാക്കി തരൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ദിൽന പറയാണ് വിൽ യു മേക്ക് ഇറ്റ് എഗെയിൻ ഫോർ മീ. നിങ്ങൾ ഇത് ഇനിയും എനിക്ക് ഉണ്ടാക്കി തരുമോ എന്നാണ് ചോദിക്കുന്നത്. ഗ്രാൻഡ്മ ഓഫ് കോഴ്സ് ഡിയർ ഐ വിൽ മേക്ക് ഇറ്റ് വെനെവർ യു കം. നീ എപ്പോഴൊക്കെയാണോ വരുന്നത് അപ്പൊക്കെ നിനക്കിത് ഞാൻ ഉണ്ടാക്കി തരും എന്നാണ് പറയുന്നത്. അപ്പോൾ ദിൽന പറയാണ് താങ്ക് യു ഗ്രാൻഡ്മ, താങ്ക് യു മുത്തശ്ശി എന്നാണ് പറയുന്നത്. ആക്ടിവിറ്റി 4 ഡയറി എഴുതാനാണ്. ദിൽന വെൻ ടു സീ ദി വില്ലേജ് സൈറ്റ്സ് വിത്ത് ഹർ ഗ്രാൻഡ്മ. ദിൽന എന്ത് ചെയ്തു, അവളുടെ നാട്, അവളുടെ മുത്തശ്ശിയുടെ കൂടെ ആ ഒരു ഗ്രാമം കാണാൻ വേണ്ടിയിട്ട് പോയി. ഗ്രാൻഡ്മ ടുക്ക് ഹർ ടു നിയർ ബൈ പാഡി ഫീൽഡ്സ്. ഗ്രാൻഡ്മ എന്ത് ചെയ്തു, അവളെ അടുത്തുള്ള ഒരു നെൽപ്പാടത്തേക്ക് കൊണ്ടുപോയി. പോണ്ട് ആൻഡ് ഹിൽസ്, കുളത്തിലേക്കും അതുപോലെ തന്നെ കുന്നിലേക്കും ഒക്കെ കൊണ്ടുപോയി. ഷീ എൻജോയ്ഡ് ദി ബ്യൂട്ടി ഓഫ് ദി വില്ലേജ്. അവൾ എന്ത് ചെയ്തു, ആ ഒരു ഗ്രാമത്തിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചു. ഇൻ ദി നൈറ്റ്, രാത്രി എന്ത് ചെയ്തു, ഗ്രാൻഡ്മ ടോൾഡ് ഹർ മെനി സ്റ്റോറീസ്. ഗ്രാൻഡ്മ അവളോട് കുറേ കഥകൾ പറഞ്ഞു. ദിൽന റീച്ച്ഡ് ബാക്ക് ഹോം ആഫ്റ്റർ സ്പെൻഡിങ് ഹോളിഡേയ്സ് വിത്ത് ഗ്രാൻഡ്മ. ദിൽന എന്ത് ചെയ്തു, വീട്ടിലേക്ക് തിരിച്ചു. ഗ്രാൻഡ്മയുടെ കൂടെ ഹോളിഡേ സ്പെൻഡ് ചെയ്തിട്ട് അവൾ എന്ത് ചെയ്തു, അവളുടെ വീട്ടിലേക്ക് തിരിച്ചു. ഷീ വാസ് വെരി മച്ച് ത്രിൽഡ്. അവൾ വളരെ ത്രിൽഡായിരുന്നു. ഷീ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ഹെർ എക്സ്പീരിയൻസ് ഇൻ ഹെർ ഡയറി. അവൾ എന്ത് ചെയ്തു, അവളുടെ ഡയറിയിൽ അവളുടെ അന്നത്തെ അനുഭവം എഴുതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ദിൽനയെ ഡയറി എഴുതാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുക? ആദ്യം തന്നെ നമുക്ക് ഡേറ്റ് എഴുതാം, എന്നിട്ട് എഴുതി തുടങ്ങാം. ടുഡേ ഐ കെയിം ബാക്ക് ഹോം ആഫ്റ്റർ സ്പെൻഡിങ് മൈ ഹോളിഡേയ്സ് വിത്ത് മൈ ഗ്രാൻഡ്മ. ഇന്ന് ഞാൻ ഗ്രാൻഡ്മയുടെ കൂടെ ഹോളിഡേ ചിലവഴിച്ചിട്ട് ഇന്ന് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു. ഐ ഹാഡ് എ വണ്ടർഫുൾ ടൈം ഇൻ ദി വില്ലേജ്. എനിക്ക് ആ ഒരു ഗ്രാമത്തിൽ വളരെ നല്ലൊരു സമയമായിരുന്നു ഞാൻ ചിലവഴിച്ചത്. ഗ്രാൻഡ്മ ടുക്ക് മീ ടു ദി പാഡി ഫീൽഡ്സ്. ഗ്രാൻഡ്മ എന്നെ നെൽപ്പാടങ്ങളിലേക്ക് കൊണ്ടുപോയി. ദി പോൺസ് ആൻഡ് ദി ഹിൽസ്. ഞാൻ അവിടെ എന്തൊക്കെ കണ്ടു, കുളവും അതുപോലെ തന്നെ മലകളും ഒക്കെ കണ്ടു. ദി വില്ലേജ് വാസ് വെരി ബ്യൂട്ടിഫുൾ. ആ ഗ്രാമം വളരെ മനോഹരമായിരുന്നു. ഐ സോ ഡക്സ് സ്വിമ്മിങ് ഇൻ ദി പോണ്ട്. ഞാൻ എന്ത് കണ്ടു, താറാവുകൾ പോണ്ടിൽ, അതായത് കുളത്തിൽ നീന്തുന്നത് കണ്ടു. ആൻഡ് ഗ്രീൻ ഫീൽഡ്സ് ആർ എറൗണ്ട്. ചുറ്റും പച്ച പുല്ല് കണ്ടു. ഐ എൻജോയ്ഡ് ദി കൂൾ ബ്രീസ് ആൻഡ് ഫ്രഷ് എയർ. ഞാൻ അവിടെയുള്ള തണുത്ത കാറ്റും ഫ്രഷ് ആയിട്ടുള്ള എയറൊക്കെ ആസ്വദിച്ചു. അറ്റ് നൈറ്റ് ഗ്രാൻഡ്മ ടോൾഡ് മീ മെനി ഇൻട്രസ്റ്റഡ് സ്റ്റോറീസ്. രാത്രി ഗ്രാൻഡ്മ എനിക്ക് കുറേ കഥകൾ പറഞ്ഞു തന്നു. ഐ ഫെൽറ്റ് വെരി ഹാപ്പി സ്റ്റേയിങ് വിത്ത് ഹർ. അവരുടെ കൂടെയുള്ള താമസം എനിക്ക് വളരെ ഇഷ്ടമായി. ഐ വിൽ നെവർ ഫോർഗെറ്റ് ദോസ് ലവ്ലി ഡേയ്സ് ഇൻ ദി വില്ലേജ്. ഞാൻ ഒരിക്കലും ആ ഒരു ഗ്രാമത്തിലുള്ള മനോഹരമായ ദിവസം മറക്കില്ല എന്നാണ് അവൾ എഴുതിയത്. അടുത്തതൊരു ഓർ ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു നോട്ടീസ് ഉണ്ടാക്കാനാണ് പറയുന്നത്. ദി സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് എ ബുക്ക് ഫെയർ. സ്കൂൾ എന്ത് ചെയ്തു, ഒരു ബുക്ക് ഫെയർ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ദ ഇൻവൈറ്റഡ് ദി മുനിസിപ്പൽ ചെയർപേഴ്സൺ ടു ഇനാഗുറേറ്റ് ദി ഫംഗ്ഷൻ. അവരെന്ത് ചെയ്തു, മുനിസിപ്പൽ ചെയർപേഴ്സണെ ആ ഒരു ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചു. ദിൽന ആൻഡ് ഹർ ഫ്രണ്ട്സ് ഹാവ് ടു പ്രിപ്പയർ ദി നോട്ടീസ്. ദിൽനക്കും അവളുടെ ഫ്രണ്ട്സിനും ആ ഒരു നോട്ടീസ് ഉണ്ടാക്കണം. ഹെൽപ്പ് ദം പ്രിപ്പയർ ദി നോട്ടീസ്. അവർ നോട്ടീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. ഡീറ്റെയിൽസ് ആർ ഗിവൺ ബിലോ. ഡീറ്റെയിൽസ് താഴെ തന്നിട്ടുണ്ട്. വെന്യൂ സ്കൂൾ ഓഡിറ്റോറിയം. ഡേറ്റ് 3 സെപ്റ്റംബർ 2025. ടൈം 10 മണിക്കാണ്. ചീഫ് ഗസ്റ്റ് മുനിസിപ്പൽ ചെയർപേഴ്സൺ ആണ്. ഇത് വെച്ചിട്ട് നമുക്കൊരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, അവർ സ്കൂൾ ഈസ് ഗോയിങ് ടു കണ്ടക്ട് എ ബുക്ക് ഫെയർ. ദി പ്രോഗ്രാം വിൽ ബി ഇനാഗുറേറ്റഡ് ബൈ ദി മുനിസിപ്പൽ ചെയർപേഴ്സൺ. ആൾ സ്റ്റുഡൻസ് ആർ ഇൻവൈറ്റഡ് ടു അറ്റൻഡ് ദി ഫംഗ്ഷൻ. നമ്മളുടെ സ്കൂൾ എന്ത് നടത്തുന്നുണ്ട്, ബുക്ക് ഫെയർ നടത്തുന്നുണ്ട്. പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്യുന്നത് മുനിസിപ്പൽ ചെയർപേഴ്സൺ ആണ്. എല്ലാ കുട്ടികളെയും അതിലേക്ക് ക്ഷണിക്കുന്നു. വെന്യൂ സ്കൂൾ ഓഡിറ്റോറിയം. ഡേറ്റ് 3 സെപ്റ്റംബർ 2025. ടൈം 10 AM. ഓൾ ആർ വെൽക്കം. എല്ലാവരെയും ക്ഷണിക്കുന്നു. ദിൽന സെക്രട്ടറി.
ഒരു വേർഡ് പസിലാണ്. കംപ്ലീറ്റ് ദി വേർഡ് പസിൽ. ഈ വേർഡ് പസിൽ നിങ്ങളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ലുക്ക് അറ്റ് ദി ഹിൻഡ് ഗിവൺ ബിലോ. താഴെ തന്നിട്ടിരിക്കുന്ന ഹിൻഡിനനുസരിച്ചിട്ടാണ് അത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്കൊരു ഒരു എക്സാമ്പിൾ തന്നതാണ്. ഫോർത്തിൻ്റെ ആൻസർ അവർ തന്നിട്ടുണ്ട്. ആൻ അർജൻറ്റ് സിറ്റുവേഷൻ ഏതാണ്? എമർജൻസിയാണ്. ഇനി നമുക്ക് ഫസ്റ്റും ബാക്കിയുള്ളതൊക്കെ ഫില്ല് ചെയ്യണം. ഫസ്റ്റ് എന്താണ്? പീപ്പിൾ ഹൂ ഫൈറ്റ് ഫയേഴ്സ്. ഫയറുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന അവരെന്താണ് നമ്മൾ പറയാറ്? അടുത്തത് നമുക്ക് എന്താ പറയാം? അടുത്തത് ദി ക്വാളിറ്റി ഓഫ് ബീയിങ് ഫിയർലെസ്. പേടിയില്ലാത്ത ആ ഒരു ക്വാളിറ്റീനെ നമുക്കെന്ത് പറയാം? ബ്രേവറി എന്ന് പറയാം. ബ്രേവറി എന്ന് പറയാം. അടുത്തത് ടു ആസ്ക് ഹ്യൂംബ്ലി ഫോർ സംതിങ്. അതായത് വളരെ കുലീനമായിട്ട് എന്തെങ്കിലും ചോദിക്കുന്നത് നമ്മൾ എന്താണ് പറയുക? ബെഗ് എന്ന് പറയാം. BEG, ബെഗ് എന്ന് പറയാം. അടുത്തത് ടു കംഫർട്ട് സംവൺ. ആരെയെങ്കിലും നമ്മൾ കംഫർട്ട് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്താണ് പറയുക? നമുക്കെന്ത് പറയാം? കംഫർട്ട് എന്ന് പറയാം. COMFORT. അടുത്തത് ഇൻ എ ഫോറിൻ കൺട്രി. എന്നുള്ളതിന് എന്താ പറയുക? അബ്രോഡ് എന്ന് പറയാം. അപ്പം ABROAD. അപ്പം അബ്രോഡ് എന്ന് പറയാം. ഓക്കെ ആണല്ലോ.